ഹായ് ഓൾ, ക്വിക്ക് ലൈഫ് അപ്ഡേറ്റ്. ഞാനാണെങ്കിൽ ഓസ്ട്രേലിയയിലെത്തി. എൻ്റെ 2.5 വർഷം ഫൈറ്റ് എക്സ്പീരിയൻസിന് ശേഷം ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് പെർസ്യൂ ചെയ്യാൻ ഓർത്തു. ആൻഡ് ഹെൻസ് ഐ ചോസ് ഓസ്ട്രേലിയ. ഞാനിവിടെ എത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് വിളിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോണേ. ഈ വീഡിയോ ആദ്യമായിട്ട് വേറൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ പോണ ആൾക്കാരോ അല്ലെങ്കിൽ പിന്നെ എക്സിസ്റ്റിംഗ് ആയിട്ട് നേരത്തെ വന്നിട്ടുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കൂട്ടൊരു വീഡിയോ ആയിരിക്കും. സോ ദിസ് വീഡിയോ ഇസ് ഗോയിങ് ടു ബി യൂസ്ഫുൾ ഫോർ യു ജസ്റ്റ് സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ക്യാൻ എക്സ്പെക്ട് ആദ്യം വന്നത്. ഓൾസോ മേക്ക് ഷുവർ യു വാച്ച് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്, കാരണം അവസാനം പറയാൻ പോണ പോയിന്റ് എല്ലാ മലയാളികൾക്കും ബാധകമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ഒട്ടും തിരക്കില്ല. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ വേറെ ഏത് രാജ്യത്തേക്ക് പുറത്തു പോയാൽ പോലും നമുക്ക് മനസ്സിലാവും, നമ്മുടെ നാട്ടിൽ അത്രയും ജനമൊന്നും വേറെ എവിടെയില്ല. അതുകൊണ്ട് തന്നെ അത്രയും തിരക്ക് തോന്നത്തില്ല. ഞങ്ങൾ എയർപോർട്ടിൽ ലാൻഡായ സമയം തൊട്ട് ടൗണിലേക്ക് എത്തിയപ്പോൾ വരെ വി അണ്ടർസ്റ്റുഡ് ലൈക്ക് ഇറ്റ്സ് നോട്ട് വെരി പോപ്പുലേറ്റഡ്. ഇപ്പോൾ ഏരിയ ഭയങ്കര ഉണ്ടെങ്കിൽ പോലും ആൾക്കാരും ജനമൊന്നും നമ്മുടെ ഇന്ത്യേൻ്റെ അത്രയും ഇല്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കാം, റിസർവ്ഡ്, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ടൈംലി ഓർഡർലി മാനറിൽ നടക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അധികം ഒച്ചപ്പാട് ബഹളമൊന്നും അവർ പ്രിഫർ ചെയ്യത്തില്ല. ഒരു വൈകുന്നേരം 4 മണി 6 മണിയൊക്കെ കഴിഞ്ഞാൽ എല്ലാം ഷട്ട് ഡൗൺ ആയിരിക്കും. അവർക്ക് എല്ലാം കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള കാം എൻവയൺമെൻ്റ് ഒക്കെയാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടം. അതുപോലെ തന്നെ നമ്മൾ ഒതുങ്ങിപ്പോവും. കാരണം നമുക്ക് വന്ന സമയത്ത് ഇത് യൂസ് ടു അല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്ഥലത്തുനിന്ന് വെച്ചാൽ എപ്പോഴും എന്തെങ്കിലും ഹാപ്പനിങ് അല്ലേ. ഇപ്പോൾ രാവിലെ ആണെങ്കിലോ രാത്രിയാണെങ്കിലോ ഓൾ ദീസ് തിങ്സ് ആർ ദെയർ, റൈറ്റ്? പക്ഷേ ഒട്ടും തിരക്കില്ലാത്തൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും അവരുടെ കാര്യം നോക്കി നടക്കണു. അല്ലാണ്ട് നമുക്ക് ഒരു ഭയങ്കര ഹാപ്പനിങ് എന്ന് പറയാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും അത് വളരെ ചുരുക്കമായിരിക്കും. സോ മോസ്റ്റ്ലി ഇറ്റ് ഈസ് ലെസ് പോപ്പുലേറ്റഡ് ആൻഡ് റിസർവ്ഡ് കമ്മ്യൂണിറ്റി ഔട്ട്സൈഡ്. സെക്കൻഡ് ഇസ് ഫ്രഷ് എയർ. നമുക്ക് ശരിക്കും ശ്വാസം എടുക്കുമ്പോൾ മനസ്സിലാവും ലൈക്ക് ഒരു ഫ്രഷ്നെസ്, ലൈക്ക് അങ്ങനെ ഒരു തിക്ക് എയർ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നില്ല. അധികം ജനമില്ലാത്തതിൻ്റെ ആയിരിക്കും, അത്രയും പോപ്പുലേഷൻ ഇല്ലാത്തതിൻ്റെ ആയിരിക്കും, അധികം പൊല്യൂട്ടൻസ് ഇല്ലാത്തതിൻ്റെ ആയിരിക്കും. ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ റേഞ്ച് വരെ നോക്കി. അത് വളരെ നല്ലതാണ് ഫ്രം ദ പ്ലേസ് വെയർ ഐ വാസ് ഫ്രം. സോ അങ്ങനെയൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു ബ്രത്തോ അല്ലെങ്കിൽ പിന്നെ കുറച്ച് നാൾ നിൽക്കുമ്പോൾ മനസ്സിലാവും ലൈക്ക് അവർ ലങ്സ് ആർ ആക്ച്വലി ഫുൾ. കുറച്ചും കൂടെ നല്ലോണം ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ എയർ ക്വാളിറ്റി ഉണ്ട്. സോ ഇറ്റ് മേക്സ് അവർ ലൈഫ് എ ബിറ്റ് ഗുഡ്, ഐ ഗെസ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്ത് മൊത്തത്തോടെ വി ഹാവ് ദിസ് പ്രോബ്ലം ഓഫ് എയർ പൊല്യൂഷൻ ദാറ്റ് ഈസ് എവിഡൻറ്റ്. കഴിഞ്ഞ ദിവസത്തെ വാർത്ത നിങ്ങൾ കണ്ടു കാണുമല്ലോ, ബ്രയൻ ജോൺസൺ വാക്കിംഗ് ഔട്ട് ഓഫ് ദി ഇൻ്റർവ്യൂ ഓൾസോ. സോ അങ്ങനത്തെ ഒരു ഫാക്ടർ ഇവിടെ അങ്ങനെ തോന്നുന്നില്ല. ചിലപ്പോൾ കുറച്ചും കൂടെ ബിസിയർ ആയിട്ടുള്ള സിറ്റികൾ തീർച്ചയായിട്ടും കാണും. പക്ഷെ ഞാൻ വന്ന കുറച്ചും കൂടി റീജിയണൽ ഏരിയ ആയതുകൊണ്ട് ഇവിടെ അത്രയും ഇല്ല. സോ നല്ല ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ എപ്പോഴും സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് എ പ്രിറ്റി അൺയൂഷ്വൽ തിങ് ടു സേ, ഐ നോ, ബട്ട് ഇറ്റ്സ് ആക്ച്വലി ദെയർ. തേർഡ് ഇസ് തട്ടിക്കൂട്ട് പണിയൊന്നുമില്ല. ഇവിടെ എന്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരു റീജിയൻ ആണെങ്കിലോ സിറ്റി ആണെങ്കിൽ പോലും ഇറ്റ് ഈസ് വെൽ കൺസ്ട്രക്റ്റഡ്, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അതോ ഇപ്പോൾ ഒരു റീജിയണൽ ടൗണിലേക്ക് വരുവാണെങ്കിൽ പോലും ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണം, ഇപ്പോൾ അധികം ആൾക്കാരില്ലെങ്കിൽ പോലും. അല്ലാണ്ട് നമ്മൾ ഈ നാട്ടിൽ കാണുന്നതിനെക്കൂട്ടൊരു തട്ടിക്കൂട്ട് പരിപാടിയോ അല്ലെങ്കിൽ ഒരു ഒപ്പിക്കൽ സെറ്റപ്പ് ഒന്നും ഇല്ല. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ മര്യാദയ്ക്ക് തന്നെ ചെയ്യത്തുള്ളൂ. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹാർഡ് വർക്കിംഗ് ആണ്. എനിക്ക് ആദ്യം തന്നെ വന്നത് ഒരു പാർട്ട് ടൈം ഒക്കെ കിട്ടി. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ടൈപ്പ് ചെയ്യുമോ, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട്, അങ്ങനത്തെ ഒരു സംഭവം ഒന്നുമില്ല. ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അതങ്ങ് ചെയ്ത് തീർക്കും. സോ ആ ഒരു മെൻറ്റാലിറ്റി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ആ ഒരു കൾച്ചറും കൊണ്ടായിരിക്കും ഇവിടുത്തെ എല്ലാ കാര്യവും വെൽ ഓർഗനൈസ്ഡും വെൽ സ്ട്രക്ചേർഡാണ്. അതിപ്പോൾ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു വെൽ സ്ട്രക്ചേർഡ്, വെൽ റിസർവ്ഡ് ആയിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. അപ്പം വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ കൾച്ചർ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ കാം സെറ്റിലായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടാൻ ഇടയ്ക്കൊക്കെ നോക്കിയെങ്കിൽ പോലും, പക്ഷേ അതൊന്നും ഇവിടെ നടക്കില്ല. കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ പ്ലാനിങ്ങിൽ എക്സിക്യൂഷൻ എന്താണോ നമ്മൾ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ ചെയ്ത് തീർക്കണം എന്നുള്ളൊരു സെറ്റപ്പാണ്. അത് തന്നെ ഇവിഡൻ്റ് ആണ്. ഇപ്പോൾ ഏത് സ്ഥലത്ത് പോയാലും, ഒരു ഷോപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ടൗണിലോ സിറ്റിയിലൊക്കെ ഇറങ്ങുമ്പോഴും യു ക്യാൻ സീ ഇറ്റ് ഇൻ കൺസ്ട്രക്ഷൻ, ദ പീപ്പിൾ, ദ വേ ദേ ബിഹേവ്. സോ അതെല്ലാം ഉണ്ട്. സോ ഇറ്റ് ഈസ് വെൽ പ്ലാൻഡ് ആൻഡ് വെൽ എക്സിക്യൂട്ടഡ്. എല്ലാം നല്ല ഓർഡർലി രീതിയിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി നീറ്റ്. എന്ന് വെച്ചാൽ ഈ നാട്ടിലത്തെ പോലെ അങ്ങനെ അധികം വേസ്റ്റോ കാര്യങ്ങളൊന്നും ആൾക്കാർ പുറത്തേക്കൊന്നും ഇടാറില്ല. എല്ലാം കൃത്യ രീതിയിൽ തന്നെ മിക്ക ആൾക്കാരും ബിഹേവ് ചെയ്യാൻ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ദ എൻവയൺമെൻറ്റ് ഇസ് ഓൾസോ റിയലി ക്ലീൻ ടു ലിവ് ഇൻ. നെക്സ്റ്റ് പോയിന്റ് ഇസ്, ഞാനിത് പറയാൻ പോണത് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് മാത്രമാണ്. ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ ബാക്കി എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണെന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട. കാരണം അവിടുത്തെ റിയാലിറ്റി എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല.
ദ പോയിൻ്റ് ഇസ് പീപ്പിൾ ആർ ഫ്രണ്ട്ലി. നമ്മൾ വന്നിറങ്ങുന്ന സമയത്ത് തന്നെ ഇൻ്റർനാഷണലി അല്ലെങ്കിൽ പിന്നെ മൾട്ടി കൾച്ചറലായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കണം എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ടൊരു ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ പിന്നെ മാറ്റി നിർത്തലൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എല്ലാവരും വെൽ ബിഹേവ്ഡ് ആയിട്ടാണ് പെരുമാറുന്നത്. അവരുടെ ഒറിജിനൽ ഇൻറ്റൻഷൻ പിന്നെ മനസ്സിലിരിപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പക്ഷെ പുറമേ നിന്ന് വി ഫീൽ വെരി വെൽക്കംഡ്. എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിലാണ് ഡീൽ ചെയ്യണത്, നല്ല രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞു തന്നെ, വളരെ കൈൻഡാണ്. നമ്മളും ഇങ്ങനത്തെ ഒരു ഇൻട്രാക്ഷനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളും കൂടുതൽ പൊളൈറ്റാവും, നല്ല ചിയർഫുള്ളായിട്ട് മിണ്ടണത് അല്ലെങ്കിൽ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കണത്, താങ്ക് യു പറഞ്ഞുകൊണ്ട് വെൽക്കം ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ മാനേഴ്സൊക്കെ നമുക്കും കുറച്ച് ന്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ ഭയങ്കര കാഷ്വലായിട്ടല്ലേ നമ്മുടെ നാട്ടിലൊക്കെ പെരുമാറുന്നത്. അതുപോലത്തെ സംഭവമല്ലേ ഇവിടെ. ഇപ്പോൾ ആരെ കണ്ടാലും ഭയങ്കര ഒരു ജോയസ് വെൽക്കമിങ് ആദ്യം കൊടുക്കണം, അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡും കൊടുത്തിട്ട് വിടത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു വെൽക്കമിങ് എൻവയൺമെൻറ്റിൻ്റെ ഒരു ഫീല് ഇവിടെ കിട്ടുന്നുണ്ട്. ഫൈനലി ഞാനിപ്പോൾ ഇത്രയും പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ മലയാളികളെ തന്നെ വേണം. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇത്രയും ആൾക്കാർ, ഇത്രയും മൾട്ടി ഡൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ നമ്മുടെ ട്രബിൾസ് ഒന്ന് ഏറ്റെടുത്ത് നമുക്കൊന്ന് ചെല്ലാൻ പറ്റിയ ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ മലയാളികൾ തന്നെയാണ്. ഞങ്ങൾ വന്ന സമയത്താണെങ്കിൽ പോലും ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, പുതിയൊരു സ്ഥലമാണ്, പുതിയ ഏരിയ ആണ്. അപ്പം ഞങ്ങളെ സഹായിക്കാനാണെങ്കിൽ ഞങ്ങൾക്കറിയാവുന്ന മലയാളി കൂട്ടുകാർ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാര്യങ്ങൾ പറഞ്ഞു തരാൻ, സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനായിട്ട്, സാധനങ്ങൾ മേടിച്ചു തരാനായിട്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വരാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ആൾക്കാരായിട്ട് തന്നെ ആയിരിക്കും കൂടുതൽ ഇൻവോൾവ്. എന്ന് വെച്ചാൽ മറ്റേ ആൾക്കാരായിട്ട് നമ്മൾ ഒട്ടും ഇൻട്രാക്ഷൻ ഇല്ലെന്നല്ല, പക്ഷേ നാച്ചുറലി നമ്മൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ അവരായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വന്ന സമയത്തുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്കങ്ങനെ അറിയാൻ പറ്റിയിട്ടില്ല. നമുക്ക് നേരത്തെ നമ്മുടെ സൗഹൃദങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട്. എന്ന് വെച്ചാൽ അവർ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ എല്ലാം മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ടേക്ക് കൊണ്ടുവരുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചെയ്തു തന്നെ. സോ മലയാളികൾക്ക് എപ്പോഴും മലയാളികളെ വേണമെന്നുള്ളൊരു ഇമ്പ്രഷൻ എനിക്ക് ആദ്യം തന്നെ കിട്ടിയായിരുന്നു. കാരണം ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് എ ന്യൂ പ്ലേസ്, സോ യു വോണ്ട് ടു ഫീൽ ലൈക്ക് ഹോം. ആ ഒരു ഹോം ഫീലിംഗ് തന്നെ നമ്മുടെ ആൾക്കാർ തന്നെയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു ഷോർട്ട് ലാൻഡിങ്ങിൽ എല്ലാവരും, ഇപ്പോൾ ഏത് മലയാളി ഏത് രാജ്യത്ത് പോയാൽ പോലും വേറൊരു മലയാളി ഉണ്ടെങ്കിൽ ഒരു ആശ്വാസമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള. ഈ പറഞ്ഞ പോയിൻ്റ് ജനറിക്കൊന്നുമല്ല, കാരണം നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോയിൻ്റുകളെല്ലാം റിലേറ്റബിൾ ആയിട്ട് തോന്നും. ഇന്ന ദിവസങ്ങളിൽ ഇനിയും വീഡിയോകൾ കാണും ഈ ചാനലിൽ. നൗ ഐ വിൽ ബി ഫോക്കസിങ് ഓൺ ഹെൽപ്പിംഗ് പീപ്പിൾ ഓവർകം ദ സ്ട്രഗിൾ. ആദ്യമായിട്ട് പുറത്തേക്ക് വന്നോ അല്ലെങ്കിൽ പിന്നെ പുറത്തേക്ക് വന്നിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഞാൻ ഷെയർ ചെയ്യാൻ പോയിരിക്കും. സോ make sure you like this video, you comment your thoughts in the comment section, and you subscribe to this channel so that you don't miss out on any other videos that are coming out. Until I catch you next time, take care. I'll catch you soon. Bye.